ടെഹ്റാൻ ലക്ഷ്യമാക്കി കടുത്ത ആക്രമണം ആരംഭിച്ചതായി ഇസ്രയേൽ പറയുന്നു. ടെഹ്റാനിലുടനീളം കനത്ത സ്ഫോടനങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ. മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് വീണ്ടും വരികയാണ്. പി ജെയിംസ്, ശരിക്കും ഈ ബഹ്റൈനിൽ തന്നെ ചില ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള മലയാളികൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്നു. അവിടെ ഈ ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടെഹ്റാനിലും സ്ഥിതി മോശമാണോ? ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ, പോപ്പുലർ മൊബിലൈസേഷൻ സെന്റർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരിച്ചടി ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഡെമോണ എന്ന ആയുധപ്പുര, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലമടക്കം ഒരിക്കലും ആക്രമിച്ചാൽ എത്താൻ പറ്റില്ല എന്ന് ഇസ്രായേൽ കരുതിയിരുന്ന പ്രദേശത്ത് കൂടി ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. 150 പേർക്കാണ് ഗുരുതരമായ പരിക്കേറ്റത് ഇസ്രായേൽ പൊതുവെ ബങ്കറുകളിലൊക്കെ ആൾക്കാരോട് ഒളിക്കാൻ പറഞ്ഞ് സൈറൻ കൊടുത്ത് എല്ലാവരും രക്ഷപ്പെടുത്തുന്നതാണ്. വളരെ കുറച്ചു പേരാണ് യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ കാര്യങ്ങൾ മാറി മറിയുന്നു. 150 പേര്, അതിൽ ഭൂരിപക്ഷം പേരും ഗുരുതരമായി പരിക്കേറ്റ രീതിയിലാണ്. ഇപ്പം ബാലിസ്റ്റിക് മിസൈല് അയൺ ഡോമുകളെ ഭേദിച്ച് ഇസ്രായേൽ എത്തിയതിൻ്റെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ട്രംപിൻ്റെ ഭീഷണിക്ക് നടുവിലാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം. ട്രംപ് ഇറാന് കൊടുത്തിരിക്കുന്ന സമയം 48 മണിക്കൂറാണ്. ഹോർമോസ് കടലിടുക്ക് തുറക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പവർ പ്ലാന്റുകൾ, വൈദ്യുത കേന്ദ്രങ്ങളടക്കം അമേരിക്ക ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ വലിയ ആക്രമണം തന്നെ നടത്തുന്നു. പക്ഷേ അവരുടെ ജനവാസ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ടെഹ്റാനിൽ നിന്ന് 32 ലക്ഷം പേരാണ്, ടെഹ്റാനിൽ നിന്ന് മാത്രമല്ല മറ്റു പ്രദേശങ്ങളിൽ നിന്നടക്കം 32 ലക്ഷം ഇറാനികളാണ് SKN പലായനം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം നടക്കുന്നത് ലെബനോനിലാണ്. ഈ മണിക്കൂറുകളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാലം തകർത്തിരിക്കുന്നു. സദേൺ ലെബനോണിൽ, തെക്കൻ ലെബനോനിൽ. ഒരുപക്ഷെ നമ്മളെപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള ലെബനീസ് താഴ്വരകളെന്ന് ബൈബിളിലടക്കം പറയുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ ബോംബുകളും തീമഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റ് ജോസഫ് അവോൺ പറയുന്നത്, ഇനി കരയുദ്ധം ഇസ്രായേൽ കൂടുതൽ രൂക്ഷമാക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഞങ്ങളുടെ പാലങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും SKN ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇറാൻ ചത്തുപോയി, അല്ലെങ്കിൽ ഇറാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ ട്രംപ് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് അമേരിക്കയിലെ പ്രതിപക്ഷത്തെയാണ്, ഡെമോക്രാറ്റുകളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടി ട്രംപിനെ അതിനിശ്ചിതമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അമേരിക്കയെ പിടിച്ചുകൊണ്ടുപോയി ഒരു യുദ്ധത്തിൽ വീഴ്ത്തിയിരിക്കുന്നു. ഒരുപാട് പണപ്പെരുപ്പം, സമ്പദ് വ്യവസ്ഥ. ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗവും ആ തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ട്രംപിന് വല്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. ഇത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലേക്ക്, UAE-യിലേക്കും സൗദിയിലേക്കും ബഹ്റിനിലേക്ക് അവിടെ സൈറൻ മുഴങ്ങിയതിൻ്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. കുവൈറ്റിലേക്ക്, ഖത്തറിലേക്കൊക്കെ ആക്രമണം നടക്കുന്നതിൻ്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്നത് വളരെ അപകടകരമായിട്ടൊരു അവസ്ഥയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. SKN പ്രത്യേകിച്ച് ഈ ഇറാനിലേക്ക് ഈ തരത്തിൽ ആക്രമണം തുടരുകയും അവരുടെ പവർ പ്ലാന്റുകൾ ആക്രമിക്കുകയും ചെയ്താൽ ഇസ്രായേലിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളം ആക്കുന്ന ആ പ്ലാന്റുകൾക്ക് നേരെ ആക്രമിക്കുമെന്നാണ്. 60% ആൾക്കാർ കുടിവെള്ളം ലഭിക്കുന്നത് കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ്. അപ്പോൾ ജലശുദ്ധീകരണ ശാലകൾക്ക് നേരെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണ മാത്രമല്ല, കുടിവെള്ളം മുട്ടിക്കുമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയെ വല്ലാതെ ആശങ്കയിലാക്കുന്നത്. കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഗൾഫ് മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വരുന്നൊരവസ്ഥ ഉണ്ടാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ആശങ്കപ്പെടുത്താൻ വേണ്ടിയല്ല, പക്ഷെ അതൊക്കെ ഒരു തരത്തിൽ പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ അമേരിക്കയിൽ ഇത്ര വലിയ സ്വാധീനം ചെലുത്തുന്നത്. ഹോർമോസ് കടലെടുക്ക്, അങ്ങനെ ആക്രമണം ഉണ്ടായാൽ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കും എന്നുള്ള വാശിയിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.